അങ്ങനെ ഒരു തുറന്ന സമ്മതം സർക്കാർ തീരുമാനത്തെ അല്ലെങ്കിൽ സർക്കാർ നയത്തെ സർക്കാരിന്റെ ഇച്ഛാശക്തിയെ ഒക്കെ തള്ളിപ്പറയുന്ന നിലപാട് സർക്കാരിന് അവസാനം കൈക്കൊള്ളേണ്ടി വന്നോ എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് സർക്കാരിന്റെ ശമ്പളം പറ്റിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണോ പോലീസുകാർ? ഏതു പോലീസുകാർ? ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ. മാത്രമല്ല ശ്രീ അരുൺകുമാർ, എനിക്ക് മനസ്സിലാകുന്ന പോലീസുകാർ എന്താ കണ്ണുകെട്ടി ജോലി ചെയ്യുന്നവരാണോ? ഈ നാട്ടിൽ നടക്കുന്ന വാർത്തയും സംഭവ വികാസങ്ങളും രാഷ്ട്രീയവും നിയമസഭയും ഒന്നും ശ്രദ്ധിക്കാത്ത ആളുകളാണോ ഈ പോലീസുകാർ എന്ന് പറയുന്നത്? ഇപ്പൊ നാലാമൻ ട്രൗസർ മനോജ്, അദ്ദേഹത്തിന്റെ ഈ വിടുതലുമായി ബന്ധപ്പെട്ട് എന്താണ് അഭിപ്രായമെന്ന് ഇന്നലെ കൊളവന്നൂർ പോലീസ് കെ രമയോട് ചോദിക്കുകയാണ്. ഈ പറയുന്ന സംഭവ വികാസങ്ങളൊക്കെ നടന്ന് TP കേസിലെ പ്രതികളെ പുറത്തുവിടുന്നത് മീൻസ് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങൾ മുഴുവൻ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഇതിൽ നാലാമൻ കൂടിയുണ്ട്. ആ കേസിൽ മൊഴിയെടുക്കാൻ പോലീസ് പോവുകയാണ്. അപ്പൊ ഇവർക്ക് ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അറിയില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ സത്യമാണ് ശ്രീ എം പി രാജേഷ് പറഞ്ഞത്, അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ നിയമത്തിനപ്പുറത്ത് സ്ഥാപിച്ചെടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടാകണം. അങ്ങനെ നിയമത്തിനപ്പുറത്തുള്ള സ്ഥാപിത താല്പര്യങ്ങളുള്ള ആളുകളാണ് ആഭ്യന്തര വകുപ്പ് കീഴിൽ പണിയെടുക്കുന്നത് എങ്കിൽ ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്തം. ഇതില് ഏറ്റവും ഗൗരവമായിട്ട് തന്നെയാണ് ശ്രീ എം പി രാജേഷ് ആ കാര്യം അവതരിപ്പിച്ചത് തന്നെ. കാരണം ഇവിടെ കഴിഞ്ഞ 22-ാം തീയതി മുതൽ ഇത് സജീവമായിട്ടുള്ള ചർച്ചയാണ്. ഏതെങ്കിലും തരത്തിൽ റിമിഷൻ കൊടുക്കാൻ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു ചർച്ച പൊതുസമൂഹത്തിലുണ്ട്. ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് പോലും ഈ സംസ്ഥാനത്തിന്റെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പോലും നിയമവിരുദ്ധമായി റിമിഷൻ കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു പരിപാടി ഗവൺമെന്റിനില്ല എന്നും ഭരണഘടനാ പ്രകാരവും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരവും അതുപോലെ അതാത് സമയത്തുള്ള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ പ്രകാരവും ഗവൺമെന്റ് ഉത്തരവുകൾ പ്രകാരവും മാത്രമേ ഏതെങ്കിലും ഒരു പ്രതിക്ക് റിമിഷൻ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാലും ഇത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. ഏത് കോടതിക്കും പരിശോധിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം 2015 മുതൽ റിമിഷന്റെ കാര്യത്തിൽ ഗവർണർ ഇടപെട്ടു, ഹൈക്കോടതി ഇടപെട്ടു, സുപ്രീം കോടതിയിൽ പോയ കേസുകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ജയിൽ സൂപ്രണ്ടന്റ് റെക്കമെൻഡ് ചെയ്ത പേരുകൾ നേരെ പോകുന്നത് ജില്ലാ പോലീസ് മേധാവിക്കാണ്. അത് പ്രൊബേഷൻ റിപ്പോർട്ടിന് വേണ്ടിയും പോലീസ് റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ഈ ജയിൽ നിയമങ്ങൾ പ്രകാരം പ്രത്യേകിച്ച് തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കേരള പ്രിസണേഴ്സ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം ഒരു പേര് റെക്കമെൻഡ് ചെയ്യപ്പെട്ടാൽ ഈ നിയമപ്രകാരം ഒരു പ്രതിയുടെ ഏതെങ്കിലും പ്രതിയുമായി ബന്ധപ്പെട്ടുണ്ട് ഈ കേസിലെ പ്രതിയുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അതോടൊപ്പം തന്നെ കുറ്റകൃത്യത്തിന് ഇരയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അന്വേഷണം നടത്തി റിപ്പോർട്ട് അയക്കുക എന്നതാണ് പോലീസിന്റെ ഡ്യൂട്ടി. ഇതിപ്പോ 2022 ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ 59 പേരുടെ പേര് ജയിൽ മേധാവി SP ഓഫ് പോലീസ് കണ്ണൂരിന് റെക്കമെൻഡ് ചെയ്തു. അതിലെല്ലാവരുടെയും ഇത്തരത്തിൽ നിയമപ്രകാരമുള്ള പരിശോധനയാണ് നടന്നത്. പക്ഷേ ആ പരിശോധന 22-ാം തീയതി മുതൽ ജൂൺ 22 മുതൽ സജീവമായി ഇത് നിയമവിരുദ്ധമാണോ നിയമപരമാണോ എന്ന ഒരു സജീവ ചർച്ച ഉള്ളപ്പോൾ അതിനിടയിൽ പോയി അഭിപ്രായം തേടുന്ന ഒരു സാഹചര്യമുണ്ട്. അതും ഗൗരവത്തോടെ പരിശോധിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പോൾ ജയിൽ സൂപ്രണ്ടന്റിനോട് കൃത്യമായി ജയിൽ DGP റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്ന് പരിശോധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോ സർക്കാരിന് കീഴിലുള്ള പോലീസിന് സർക്കാരിന് വിശ്വാസമില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും. വിശ്വാസമില്ലേ ശ്രീ അരുൺകുമാർ? അല്ല, ഈ വർഷം കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഗവൺമെന്റിന്റെ പോളിസിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ എത്രയോ പോലീസുകാർ നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന്റെ നയത്തിനും പോളിസിക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിച്ച നിരവധി പോലീസുകാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടിയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നിൽക്കട്ടെ, വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ 22-ാം തീയതി ഈ വിഷയം രാവിലെ മുതൽ വാർത്ത വന്നു. ബഹുമാനപ്പെട്ട ജയിൽ DGP കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് വിശദീകരണം തേടി. ആ വിശദീകരണം എങ്ങനെ ഉച്ചയായപ്പോഴേക്കും മാധ്യമങ്ങൾക്ക് കിട്ടി? കൃത്യമായി പറഞ്ഞാൽ ആ പോലീസ് കൃത്യമായി അദ്ദേഹത്തിന് കിട്ടിയ പേഴ്സണൽ കത്ത് അല്ലെങ്കിൽ ഒരു വിശദീകരണം കിട്ടുന്നു. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കൃത്യമായി മാധ്യമങ്ങൾക്ക് കിട്ടുകയാണല്ലോ. അത്തരത്തിലുള്ള സാഹചര്യം കൂടി ഗവൺമെന്റിന്റെ നയങ്ങൾക്കും ഒരു ജയിൽ മാനുവലിനും അതുപോലെ കോടതി ഉത്തരവുകൾക്കും വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കാൻ ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലിയറാണ്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് രാജേഷ് നിയമസഭയിൽ വായിച്ചതിലും അത് ഉൾപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കൺസേൺ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് വലിയ കോമഡിയാണ് കേട്ടോ.
അതായത് നിങ്ങളുടെ സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായുള്ള നടപടികൾ പോലീസിൽ നിന്നോ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ സർക്കാരിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല. ആ കത്തുകൾ മാധ്യമങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അല്ലല്ല, ഒരിക്കലുമല്ല. താങ്കൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആദ്യം വായിച്ചല്ലോ, എല്ലാം നിയമപരമായിട്ടാണ് താൻ ചെയ്തത് എന്ന് ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടന്റ് പറയുകയാണ്. കൃത്യമായി അദ്ദേഹം പറഞ്ഞല്ലോ, ദ പ്രിസണേഴ്സ് കൺവിക്റ്റഡ് ഇൻ ടി പി ചന്ദ്രശേഖരൻ മർഡർ കേസ് വേർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ആസ് പെർ ദി ക്രൈറ്റീരിയ. അങ്ങനെ പറയുമ്പോൾ, കൃത്യമായി ഒരു മറുപടി കൊടുക്കുമ്പോൾ, ആ മറുപടി വരെ കൃത്യമായി അദ്ദേഹം ക്രൈറ്റീരിയ പ്രകാരമാണ് ചെയ്തത് എന്ന് പറയുന്ന മറുപടി വരെ, കാരണം വിഷയം വന്നു കൃത്യമായി നോട്ടടക്കം മാധ്യമങ്ങളിൽ വന്നു. ശരിയാണ്. ഇപ്പോ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ വിവരമൊന്നും നമ്മൾ അറിയില്ലല്ലോ. നേരത്തെ ശ്രീമതി കെ രമ പറഞ്ഞതുപോലെ ആരും അറിയാതെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നോ താല്പര്യം? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. തെറ്റിദ്ധരിക്കരുത്. ഇത്തരത്തിൽ ഒരു ജയിൽ സൂപ്രണ്ട് റെക്കമെൻഡ് ചെയ്താൽ ആ ലിസ്റ്റ് പരിശോധിച്ച് പ്രൊബേഷൻ റിപ്പോർട്ടും പോലീസ് റിപ്പോർട്ടും, പ്രത്യേകിച്ച് ഈ കേസിലെ വിക്ടിം ആരൊക്കെയാണോ വിക്ടിം, ആ വിക്ടിമിന്റെ കുടുംബത്തോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാം ചോദിച്ചുള്ള റിപ്പോർട്ട് വരുന്നത് കൃത്യമായി പ്രിമച്വർ റിലീസ് അഡ്വൈസറി ബോർഡാണ്. ആ അഡ്വൈസറി ബോർഡ് ജയിൽ DGP ഉണ്ട്, ഡിസ്ട്രിക്ട് ജഡ്ജ് ഉണ്ട്, കളക്ടർ ഉണ്ട്, പോലീസ് കമ്മീഷണർ ഉണ്ട്, പ്രൊബേഷൻ ഓഫീസർ ഉണ്ട്. അങ്ങനെ 9 പേർ അടങ്ങുന്ന പാനലിന്റെ മുന്നിലാണ് വരുന്നത്. ഇവർ കൃത്യമായി പരിശോധിച്ച് ഓരോ കേസും ഇൻഡിവിജ്വലായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ റെക്കമെൻഡേഷൻ ഏതെങ്കിലും ഫർദർ റെക്കമെൻഡേഷൻ ഗവൺമെന്റിലേക്ക് നടക്കൂ. കണ്ണൂർ ജയിലിൽ 500-ലധികം തടവുകാരുണ്ട്. ആ പട്ടികയിൽ ഇവർ ഉൾപ്പെടണം. അതാണ് അതിന്റെ ബീജാഭാവം എന്ന് പറയുന്നത്. അത് ഉണ്ടായിട്ടുണ്ട്. അതിലാണ് ഈ പറയുന്ന വലിയ വിവാദങ്ങളും വാർത്തകളും ഒക്കെ വന്നത്. അതുണ്ടാകാതെ മറ്റൊന്നും സാധ്യമാകില്ല. അത് മുളയിലെ നുള്ളിക്കളഞ്ഞത് ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങൾക്കുള്ള സോഴ്സ് കൊണ്ടും അത് പുറത്തു വന്ന വലിയ വിവാദമായതുകൊണ്ടും ടി പി ചന്ദ്രശേഖരൻ കേസിനോട് കേരളം അനുഭാവപൂർവ്വം സ്വീകരിക്കുന്ന നിലപാട് കൊണ്ടും സമൂഹ മനസാക്ഷി സ്വീകരിക്കുന്ന ജാഗ്രത കൊണ്ടുമൊക്കെയാണ്. അതുകൊണ്ടാണ് അത് അന്വേഷിക്കണമെന്ന നിലപാട് വളരെ പ്രയോറിറ്റിയോടുകൂടി സർക്കാർ എടുത്തു പറയുമ്പോൾ അങ്ങനെ ചോദിച്ചു പോയത്. ശ്രീ അരുൺകുമാർ, ഞാൻ